ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ചില ആളുകളൊക്കെ എന്നെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, സിസ്റ്ററെ, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. സിസ്റ്ററിൻ്റെ അടുക്ക വന്നിട്ട് അന്നൊരിക്കൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ച ആ വിഷയമില്ല, അതിന് മറുപടി കിട്ടി. പക്ഷെ കിട്ടിയതിൻ്റെ തൊട്ട് പുറകെ അടുത്ത അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നിൻ്റെ പുറകെ ഒന്നായി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ചില ആളുകളെ കർത്താവ് ഇന്ന് ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, പ്രശ്നത്തിൻ്റെ സൈക്കിൾ, ആ ചുഴിക്കകത്ത് പെട്ടിരിക്കുന്ന ചില ആളുകളെ കർത്താവ് ഇന്ന് പുറത്ത് കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ ചുഴിക്കകത്തായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ പുറത്തു വരികയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാലും, കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാലും, ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമുക്കൊരു എലീറ്റ് സ്പോൺസറാണുള്ളത്. കൂട്ടിക്കിൽ നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു. ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, അതുപോലെ ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ, മൂത്ത മകനും മകൾക്കും ജോലി ലഭിക്കുവാൻ, എല്ലാ കുടുംബാംഗങ്ങളും കർത്താവെ രക്ഷിക്കപ്പെടുവാനും, അതുപോലെ അവർ ബന്ധുമിത്രാദികൾ മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, അവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ദൈവികമായ ആരോഗ്യമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിച്ചിരിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ 2 പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ്സ് ഞാൻ പറയുകയാണ്. ഒന്ന്, നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 24, 25, 26 ഈ 3 ദിവസങ്ങളിൽ വെള്ളി, ശനി, ഞായർ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് സാധാരണ കഴിഞ്ഞ വർഷം നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് നടന്നില്ല, പക്ഷെ ഈ വർഷം അതുകൊണ്ട് ഈ 2 വർഷത്തെയും കൂടെയുള്ള മഹത്വത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ടൊരു ശുശ്രൂഷ പ്രാപിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് മീറ്റിങ്ങിലേക്ക് വരണം. നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ദൈവദാസന്മാർ, ദാസിമാർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ധൈര്യമായിട്ട് കടന്നു വരിക. ഇതിന് പ്രത്യേകിച്ച് രജിസ്ട്രേഷനും ഫീയോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സൗജന്യമാണ്. കടന്നു വരിക, അറ്റൻഡ് ചെയ്യുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സെഷൻസ് ഉണ്ട്. അതോടൊപ്പം ഗ്ലോ എന്നുള്ള നമ്മുടെ വിമൻസ് കോൺഫറൻസ് കൂടെ ഞാനിപ്പോൾ പറയുകയാണ്. കോൺഫറൻസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം എന്നുള്ള ആർ യു ഫോക്കസ്ഡ് എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? കർത്താവ് ഒത്തിരി കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിലൂടെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. റെഡിയാണോ നിങ്ങൾ? വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. Welcome back. So happy to be with you again. ഈ ദിവസങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർഗം തുറന്നാൽ ദർശനം കിട്ടും. ആ ദർശനങ്ങൾ പലത് പറഞ്ഞു. അതിൽ ലാസ്റ്റ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ വിഷൻ ഫോർ ലൈഫ്. ഓരോരുത്തർക്കും വ്യക്തിപരമായി ജീവിതത്തിലൊരു ദർശനം വേണം. പൊതുവെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു ജനറൽ വിഷൻ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന്, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിന് ദൈവത്തെ സേവിക്കാനാണ്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തിനായി ജീവിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഇങ്ങനെ ജനറലാണ്. എന്നാൽ ഓരോ ഇൻഡിവിജ്വൽ ലൈഫിനും ഒരു പേർപ്പസ് കാണും. ദൈവം ഈ ഭൂമിയിലേക്ക് വിതൗട്ട് പേർപ്പസ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് നത്തിങ്. എല്ലാ സൃഷ്ടിക്കും ദൈവം ഒരു ഉദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ സൃഷ്ടിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ ആ ലൈഫ് പോയി. ചങ്കിൽ വേദനയോടെ പറയട്ടെ, കോടികളാണ്, കോടിക്കണക്കിന് ആളുകളാണ് ലൈഫിൽ പ്രത്യേകമായ ഒരു ഉദ്ദേശമില്ലാതെ
ഒരു ഉദ്ദേശമില്ലാത്തതിനെ കുറിച്ച് പറയുവാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മേഘങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ മേഘങ്ങൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, അതിങ്ങനെ പോകും. കാറ്റിങ്ങനെ ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടടിക്കും ഇങ്ങോട്ട് പോകും. ഭയങ്കരമായ കാറ്റടിച്ച് അതങ്ങ് ചെറിയും പോകും, തീർന്നു. വെള്ളത്തിൽ ഒഴുകുന്ന ഒരു എന്തെങ്കിലും ഒരു സാധനം വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. ഒരു ബോട്ടിൽ കൊക്കോകോള കുടിച്ചിട്ട് ഒരാൾ ബോട്ടിലെറിഞ്ഞു. ആ കൊക്കോകോള ബോട്ടിൽ നദിയിൽ ഇങ്ങനെ കിടക്കുക. ഓളം വെട്ടുമ്പോൾ അതിങ്ങനെ വെട്ടി 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 ആ വെട്ടുന്നതോടൊപ്പം തന്നെ വേലിയേറ്റം വേലിയിറക്കം അനുസരിച്ച് അതിന് പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഹാർബറിലേക്ക് പോകണമെന്നോ ഇന്ന ഒരു ദ്വീപിലേക്ക് പോകണമെന്നോ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ആ ഓളത്തിനനുസരിച്ച്, കാറ്റിനനുസരിച്ച്. അങ്ങനെയാണ് കോടി കോടി മനുഷ്യരിന്ന് ജീവിക്കുന്നത്. ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും കാറ്റടിക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി ഇങ്ങനെ ജീവിക്കും. എന്നാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ദൈവത്തിലേക്ക് നോക്കിയാൽ, ദൈവം നമ്മുടെ ലൈഫിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ ലൈഫിൻ്റെ ലക്ഷ്യം എന്താണ്, ദർശനം എന്താണ്, എന്നെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, the poorest person living on earth is a person without a vision. ദർശനമില്ലാത്തൊരു മനുഷ്യനാണ് ഏറ്റവും ദരിദ്രനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതല്ലാതെ ബാങ്ക് ബാലൻസോ എസ്റ്റേറ്റുകളോ കാറോ വീടോ ഒന്നും നോക്കണ്ട. ഇതെല്ലാം ഉണ്ടായാലും ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ ഒരു ദിവസം ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു, ഒരു ദിവസം വണ്ടി ഇടിച്ച് മരിച്ചു, ഒരു ദിവസം ഒരു ചെറിയ പനി വന്നു മരിച്ചു, അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്നു മരിച്ചു, തീർന്നു. ഇത്രയുള്ള ജീവിതം. എന്നാൽ അതിനപ്പുറത്ത് ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇന്ന കാര്യങ്ങൾ ദൈവത്തിനായി, അവൻ്റെ മഹിമയ്ക്കായി ഞാൻ ചെയ്തു തീർക്കും. ഇത് കേൾക്കുന്ന എല്ലാവരും, എത്ര പേര് ഇത് കേൾക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഏതൊക്കെ സമയത്ത് ഇത് കേൾക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബട്ട് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു എംഫസൈസ്. പേഴ്സണൽ വിഷൻ. ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷനൊക്കെ പലർക്കും കാണും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉദ്ദേശങ്ങളും ഗോൾസ്, അതിനുവേണ്ടി പലരും ജീവിക്കുന്നത്. എന്നാൽ എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഫാർ ഫ്യൂച്ചറിലേക്ക് ഒരു ദർശനം വേണം. അതുകൊണ്ടാണ് നാസി ഗവൺമെൻറ്റിൻ്റെ ജർമ്മനിയുടെ കീഴിൽ ഡെത്ത് ക്യാമ്പിലായിരുന്ന വ്യക്തികളിൽ നടന്ന പരീക്ഷണത്തിൽ ആരാണ് പിടിച്ചു നിന്നത്? ജീവിതത്തിൽ ചിലത് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളിൽ കൺവിക്ഷനുള്ള ആളുകൾ അതിൽ നിന്ന് പുറത്തു. ഇതുപോലെ നമുക്കുണ്ടായിരിക്കണം എന്നേ പറയാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ പൗലൂസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാണ്. മരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ക്രിസ്തുവിനോടുകൂടി ഇരിക്കാം, പീഡകളില്ല, കല്ലേറില്ല, കപ്പൽ ഛേദമില്ല, കള്ള സഹോദരങ്ങളാലുള്ള ആപത്ത്, നാട്ടിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, ഇതൊന്നുമില്ല. ഐ എം ഫ്രീ, ഒന്നും അറിയണ്ട. എന്നാൽ ഫിലിപ്പരെ, നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളെ കുറച്ചുകൂടി ശുശ്രൂഷിക്കാൻ, നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. വാവ്. പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. ശരിക്കൊരു ദർശനമുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെ, മരണത്തെ വരെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഏത് ദർശനവും ദൈവത്തിൽ നിന്ന് വരണം, ദൈവത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തെക്കാളും ജീവനേക്കാളും വലുതാണ് ദൈവം നൽകുന്ന ദർശനം എന്ന് പറയുന്നത്. ദർശനത്തിന് വേണ്ടി മരിക്കാൻ ആളുകൾ തയ്യാറാണ്. ഒരു വ്യക്തി മരിച്ചാലും ദർശനം മരിക്കില്ല. ഫുൾഫിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് നീണ്ടുപോകും. ഏത് ദർശനവും പ്രതികൂലങ്ങളാൽ പരിശോധിക്കപ്പെടും. പലവിധ പരിശോധനകൾ വരും, പക്ഷെ അതിൽ പിടിച്ചു നിൽക്കും, സ്ട്രോങ് ആണെങ്കിൽ. ഇനി വിഷൻ ഉണ്ടെങ്കിൽ ആ ലൈഫിൻ്റെ പ്രത്യേകത, ഇറ്റ് വിൽ ഹാവ് എ ഫോക്കസ്. എല്ലാവരും എന്ന് പറഞ്ഞ ഫോക്കസ്. എ മാൻ വിത്ത് എ വിഷൻ വിൽ ബി ഫോക്കസ്ഡ്. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ കമൻറ്റ് സെക്ഷനിൽ? എ മാൻ വിത്ത് എ വിഷൻ വിൽ ബി ഫോക്കസ്ഡ് ഇൻ ലൈഫ്. ദർശനമുള്ളൊരു വ്യക്തി ജീവിതത്തിൽ ഒരു
എങ്ങനെ അതിനെ പറയാം, ഒരു ഫോക്കസ് ഉള്ള, ഒരു ലക്ഷ്യമുള്ള, ഏതെങ്കിലും ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് പോകുന്ന ഒരാളായിരിക്കും. ചിലരൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ പോവുകയാണ്. ഒന്ന് ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചു. എന്നാൽ ജസ്റ്റ് ഒന്ന് മുമ്പിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചെറുപ്പകാലത്ത് കിട്ടിയ ദർശനം, സ്വപ്നം നിമിത്തം തനിക്കൊരു കാര്യം പറയാം, ദൈവമാണിത് കാണിച്ചതെങ്കിൽ ഒരു കാലത്ത്, ഒരു സമയത്ത് ആ സ്വപ്നത്തിൽ 2 പ്രാവശ്യം കണ്ടതുപോലെ ദൈവം എന്നെ ഒരു ഉയർന്ന സ്ഥാനത്തെത്തിക്കും. എത്ര പേർക്ക് ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ദൈവം എന്നെ ഉയരങ്ങളിലെത്തിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഉയരങ്ങൾ. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആകണമെന്നില്ല, പ്രൈം മിനിസ്റ്റർ ആകണമെന്നില്ല. എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ ആ മേഖലയിൽ ഒരു വലിയ ഉയർച്ച, അതാണ്. അങ്ങനെ കർത്താവ് എത്തിക്കും. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാകാനോ ഒരു പ്രധാനമന്ത്രിയാകാനോ രാഷ്ട്രീയത്തിൽ കളിക്കാനോ ഒന്നും എനിക്ക് വെളിയില്ല. എനിക്കത് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ എനിക്ക് ദൈവം തന്ന ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് പേര് വേണമെന്നില്ല, പെരുമ വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. എൻ്റെ ലൈഫിൻ്റെ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന ആ ദർശനത്തിൻ്റെ ഫുൾഫിൽമെൻ്റാണ്. ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ അറിയാലോ, അത് വന്ന ശേഷം തൻ്റെ ലൈഫിൽ ആ കുഴിയിൽ കൊണ്ടുപോയിട്ട്, പൊട്ടക്കിണറിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വിറ്റ് കളഞ്ഞു. അവിടെ നിന്നൊരു സ്ലേവ് മാർക്കറ്റിൽ തന്നെ വിൽക്കുന്നു. പൊത്തീഫറിൻ്റെ വീട്ടിലേക്ക് തന്നെ വിലയ്ക്ക് വാങ്ങുന്നു. പൊത്തീഫറിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു വലിയ, തൻ്റെ ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു സംഭവം. പൊത്തീഫറിൻ്റെ ഭാര്യ തന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, തന്നെ നശിപ്പിക്കുവാനുള്ള പരിപാടികൾ ചെയ്യുന്നു, അവളോടൊപ്പം ശയിക്കാനായി ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ടെമ്പററിയായി അതിന് വഴങ്ങിയിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ലോസ്റ്റ് ദ നേഷൻ. രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യങ്ങളെയാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. നഷ്ടപ്പെട്ടേനെ. തൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു ദർശനം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവ്രി വിഷൻ വിൽ ബി ടെസ്റ്റഡ്. ദൈവം എന്ത് ദർശനം തന്നാലും ഈ ദർശനം നടക്കുക പോലുമില്ല എന്ന രീതിയിൽ സംഭവ വികാസങ്ങളെല്ലാം വന്ന് ഭയങ്കരമായി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ദൈവമാണ് സ്വപ്നം തന്നതെങ്കിൽ, ദർശനം തന്നതെങ്കിൽ, ഈ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നിലേക്ക് പോകാനുള്ള കൃപയും കർത്താവ് തരും. പക്ഷെ നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം. അവിടെ യോസഫ് വഴങ്ങിക്കൊടുത്തില്ല. കാരാഗൃഹത്തിൽ വെച്ച് പ്രശ്നങ്ങളുണ്ടായി, പല സ്ഥലങ്ങളിലും പലതും നടന്നു. ബട്ട് ഹി വാസ് സോ ഫോക്കസ്ഡ് ബിക്കോസ് ഹി ഹാഡ് എ വിഷൻ. 17 വയസ്സെന്തോളപ്പോൾ കിട്ടിയ വിഷനാണ്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ അത് എന്നും അതിനെ താൻ മുറുകെ പിടിച്ചു. ആ ദർശനത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കർത്താവ് അതിൽ കൊണ്ടുപോയി എത്തിച്ചു. ചിലരെ നോക്കി ഞാൻ പ്രവചിച്ച് പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ കർത്താവ് ഒരു വിഷൻ തന്നിട്ടുണ്ടെങ്കിൽ, അമ്മാച്ചനെതിരെ നിന്നാലും, അമ്മായി എതിരെ നിന്നാലും, സ്കൂൾ അധ്യാപകനെതിരെ നിന്നാലും, ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചറെതിരെ നിന്നാലും, നാട്ടുകാർ മൊത്തമെതിരെ നിന്നാലും, പിശാചെതിരെ നിന്നാലും, മോനെ മോളെ, കർത്താവ് നിന്നെ അവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കും. ഷുവർ. ജീസസ് വാസ് വെരി ഫോക്കസ്ഡ് ഇൻ ഹിസ് ലൈഫ്. ഇനി നമ്മുടെ കർത്താവിനെ തന്നെ എടുക്കാം. ഞാനൊരു വചനഭാഗം വായിച്ചോട്ടെ. ലൂക്ക് 9:51-53. ലൂക്കോസിന്റെ സുവിശേഷം 9:51 മുതൽ 53 വരെ നോക്കുമ്പോൾ, as the time approached for him to be taken up to heaven, Jesus resolutely set out for Jerusalem. ഒരു ഭയങ്കര സംഭവമാണ്. സ്വർഗത്തിലേക്ക് താൻ എടുക്കപ്പെടുന്നതിനുള്ള സമയമായപ്പോൾ യേശു അവിടെ പറയുന്നത് റെസല്യൂട്ട്ലി സെറ്റ് ഔട്ട് ഫോർ ജെറൂസലം. അതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ? താൻ ജെറൂസലേമിലേക്ക് പുറപ്പെട്ടു. ശരിയല്ല. റെസല്യൂട്ട്ലി എന്ന് വെച്ചാൽ നിശ്ചയദാർഢ്യത്തോടുകൂടെ, തീരുമാനത്തിൻ്റെ ഉറപ്പോടുകൂടെ, കഠിന തീരുമാനത്തോടെ തീരുമാനിച്ചുറച്ച് താൻ ജെറൂസലേമിലേക്ക് പോകാൻ തുടങ്ങി. ഈ ജെറൂസലേമിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാം. യേശു തന്നെ ആ അവസാന സമയത്ത് പല പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ
ജെറുസലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇവരുടെയൊക്കെ കൈകളാൽ ഒത്തിരി ഉപദ്രവങ്ങൾ ഏൽക്കുകയും താൻ ക്രൂശിക്കപ്പെടുകയും ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായി ഇവരോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ ഇവർക്കൊന്നും അപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതുവരെയുള്ള അവരുടെ അനുഭവത്തിൽ ആരും യേശുവിനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോയിട്ടില്ല. ഇതിനു മുമ്പ് കടും തൂക്കത്തോടുകൂടെ തന്നെ ഇട്ട് കൊല്ലാൻ ശ്രമിച്ചു, വിജയിച്ചില്ല. ഒത്തിരി ഗൂഢാലോചനകൾ മഹാപുരോഹിതന്മാരും എല്ലാവരും നടത്തിയിട്ടും യേശുവിനെ ആർക്കും തൊടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ വിശ്വാസം, അവരുടെ വിചാരം, യേശുവിനൊന്നും ചെയ്യാൻ പറ്റില്ല, അവനൊന്നും സംഭവിക്കില്ല, അവൻ രാജ്യം സ്ഥാപിക്കും. പക്ഷേ യേശുവിൻ്റെ ലൈഫിൽ he was so focused to that vision. പിതാവ് നൽകിയ ദൗത്യം, പിതാവ് നൽകിയ ദർശനം, അതിനോട് വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് വളരെ കഠിന തീരുമാനത്തോടെ, ഉറപ്പോടുകൂടെ താൻ ഇപ്പോൾ ജെറുസലേമിലേക്ക് യാത്രയാകുകയാണ്. 52 and he sent messengers on ahead. തൻ്റെ മുമ്പിൽ തന്നെ ചില ദൂതന്മാരെ അയച്ചു, സന്ദേശവാഹകരെ അയച്ചു. who went to a Samaritan village to get things ready for him. ആദ്യം ശമരിയക്കാരുടെ ചില ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ഈ പോക്കിൽ ചില രാത്രികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യണമല്ലോ, തൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ചിലരെ ശമരിയയിലേക്ക് അയച്ചു. ബട്ട് ദ പീപ്പിൾ there did not welcome him. എന്നാൽ അവിടെയുള്ള ആളുകൾ യേശുവിനെ സ്വീകരിച്ചില്ല. ബിക്കോസ് he was heading for Jerusalem. കാരണത്തിലുള്ള ജെറുസലേമിലേക്ക് പോകുന്നുണ്ട്. കാരണം യഹൂദന്മാർക്ക് ശമരിയർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിനു മുൻപ് യേശു കർത്താവിടെ ശമരിയക്കാരിയുടെ കൂടെ സംസാരിച്ചതും പിന്നെ ആ പട്ടണം മുഴുവൻ യേശു വിശ്വസിച്ച് വന്നതൊക്കെ അറിഞ്ഞതാണ്. ഒരു പക്ഷേ കർത്താവിടെ വലിയ മിറക്കിൾസ് ചെയ്തു കാണും. യേശു വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും ആ റേഷ്യൽ പ്രെജുഡീസ് ഇന്നും മാറിയിട്ടില്ല. ഗോത്രങ്ങൾ തമ്മിലുള്ള ഭയങ്കരമായ കോൺഫ്ലിക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പം നമ്മൾ മണിപ്പൂരിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. ഇപ്പോൾ കുക്കീസ്, മെയ്തേയ് ഗ്രൂപ്പുകൾ തമ്മിൽ, ഇത് നമ്മുടെ അറിവിലുള്ള അതുപോലെ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഗോത്രങ്ങൾ തമ്മിൽ കാണും. അതുപോലൊരു വലിയ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. സോ ഇങ്ങനെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് യേശുവിനെ അവരാ നാട്ടിൽ കയറ്റിയില്ല. അപ്പോൾ വേറെ വഴിയായി യേശു പോവുകയാണ്. എന്ന് വെച്ചാൽ തടസ്സങ്ങൾ വന്നു. ഇപ്പം നമ്മളാണെങ്കിൽ ജെറുസലേമിലൊക്കെ പോകാം, പിതാവിൻ്റെ ഇതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചില്ലെന്ന്. പക്ഷെ പോകുന്ന വഴിക്ക് തന്നെ ശമരിയക്കാർ ആ വഴിക്ക് വിടുന്നില്ല. ഇനിയിപ്പോൾ റൗണ്ട് അബൌട്ട് വേയിൽ ചുറ്റിക്കറങ്ങി വേണം പോകാൻ. ദൈവഹിതമല്ലായിരിക്കും, തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗലീലയിലേക്ക് അദ്ദേഹത്തിന് മടങ്ങിപ്പോകാം. നമ്മളാണെങ്കിൽ മടങ്ങിപ്പോയനെ. ദൈവഹിതം അല്ലായിരിക്കും, കാരണം അങ്ങനെയാണെങ്കിൽ വഴികളൊക്കെ തുറന്നു കിട്ടിയേനെ. പക്ഷെ ഇപ്പോൾ വഴികൾ അടയുകയാണ്. പക്ഷെ അത് ഒരു നടത്തിപ്പില്ലായിരിക്കും, അല്ലെങ്കിൽ ദൈവഹിതമല്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരാമായിരുന്നു. But ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീസസ് റെസല്യൂട്ട്ലി സെറ്റ് ഔട്ട് ഫോർ ജെറുസലേം. അതിൻ്റെ അർത്ഥം എന്ത് തടസ്സം വന്നാലും, ഏത് നാട്ടിലൂടെ തന്നെ കടത്തിവിട്ടില്ലെങ്കിലും ജെറുസലേമിൽ എത്തിയിരിക്കും. കാരണം താൻ ജീവിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ജെറുസലേമിൽ പാപികളുടെ കയ്യാൽ ക്രൂശിക്കപ്പെട്ട്, പാപികൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട്, പാപികൾ നടുവിൽ ക്രൂശിക്കപ്പെട്ട്, പാപത്തിൻ്റെ പരിഹാരത്തിനായി പാപപരിഹാര ബലിയായി തീർന്ന് സകല പാപികളെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരു യാഗമായി, പാപയാഗമായി തീരുക. സ്നാനപ്പെട്ട സമയത്ത് സ്നാനം നടത്തിയ ശുശ്രൂഷകൻ അവിടെ തീരങ്ങളിൽ നിൽക്കുന്ന സകലരോടും വിളിച്ചു പറഞ്ഞത് തൻ്റെ കാതുകളിൽ മുഴങ്ങിയ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പ്രവാചക ശബ്ദം തൻ്റെ കർണപുടങ്ങളിൽ ഇങ്ങനെ മുഴങ്ങിയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ കുഞ്ഞാടായി. അഹരോൻ മുതൽ ഇങ്ങോട്ട് ഒത്തിരി പേര്, ഈവൻ അബ്രഹാം മുതൽ കുഞ്ഞാടിന് ഒത്തിരി ബലി കഴിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായി, ഊനമില്ലാത്ത കുഞ്ഞാടായി, നിർമ്മലൻ, പവിത്രൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ എന്ന പദവിയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി, ഒരു പാപമില്ലാത്ത കുഞ്ഞാടായി, ദൈവസന്നിധിയിൽ
പാപത്തിൻ്റെ യാഗമായി തീരുവാനാണ് തൻ്റെ ജീവിതോദ്ദേശമെന്ന് മനസ്സിലാക്കിയ യേശു റെസല്യൂട്ട്ലി ഹി സെറ്റ് ഔട്ട് ഫോർ ജെറൂസലം. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. എന്ത് തടസ്സം വന്നാലും, ആര് കടത്തി വിട്ടില്ലേ, വഴി ബ്ലോക്ക് ചെയ്താലും, എത്തേണ്ടിടത്ത് ഞാൻ എത്തിയിരിക്കും. ദൈവമാണ് എന്നെ കൊണ്ടുപോകുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചു നോക്കിയേ. Therefore, since we are surrounded by such a great cloud of witnesses, സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, let's throw off everything that hinders and the sin that so easily entangles. നമുക്ക് ഏതുവിധ പാപത്തെയും, മുറുകെ പറ്റുന്ന പാപത്തെയും ഭാരത്തെയും വിട്ട്, അവിടെ അതിനുശേഷം let us run with perseverance the race marked out for us. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ, സ്ഥിരോത്സാഹത്തോടുകൂടെ ഓടുക. Verse number 2, fixing our eyes on Jesus, the pioneer and perfecter of faith. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടാൻ. For the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. യേശു കർത്താവ് ചെയ്തത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി, അതിൻ്റെ നിന്ദയെ ഒക്കെ അലക്ഷ്യമാക്കി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. Consider him who endured such opposition from sinners, so that you will not grow weary and lose heart. ഇങ്ങനെ പാപികളാൽ ഒത്തിരി കഷ്ടം സഹിച്ച ഈ കർത്താവിനെ ധ്യാനിച്ചോളാൻ. ഓക്കെ, അവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്ന ലൈനിൽ ഒന്ന് ചിന്തിച്ചാൽ, അവിടെ പറയുന്നത് ത്രോ ഓഫ് എവറിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ്. അവിടെ പറയുന്നതാണ്, അതായത് തടസ്സങ്ങൾ കൊണ്ടുവരുന്ന സകലത്തെയും ദൂരെ എറിയാൻ. ഇതാണ് ഫൈറ്റ് ഡിസ്ട്രാക്ഷൻസ്. എഴുതി വെക്കുക. ദർശനം കർത്താവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോൾ വരുന്ന സകല ഡിസ്ട്രാക്ഷൻസിനെയും ശ്രദ്ധ തെറ്റിക്കുവാനായി മുന്നിൽ വരുന്ന സകലത്തിനെതിരെ പോരാടുക. എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഭാഷ പോരാ, എൻ്റെ വാക്കുകൾ പോരാ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. ദൈവം ജീവിതത്തിൽ തന്നിട്ടുള്ള ദർശനത്തിനെതിരെ വരുന്ന സകലത്തെയും എന്ത് ചെയ്യണം? ആ ഡിസ്ട്രാക്ഷന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ കുതിരകൾക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ ഒരു ബ്ലൈൻഡേഴ്സ് വെക്കും. കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോകാതിരിക്കാൻ നേരെ ഓടാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അതുപോലെ ഒരു ഡിസ്ട്രാക്ഷനുള്ള നേരെ ഓടുക. അടുത്തത് റൺ വിത്ത് പെർസിവിയറൻസ്. സ്ഥിരോത്സാഹത്തോടെ ഓടുക, സ്ഥിരതയോടെ ഓടുക എന്ന് വെച്ചാൽ ഫോക്കസ്ഡ് മൂവ് എന്നാണ് അർത്ഥം. വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുക. അടുത്തത് ദ ജോയ് സെറ്റ് ബിഫോർ ഹിം. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. ഇതിൻ്റെ പേരാണ് ഗോൾ. ലക്ഷ്യം, ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരിക്കണം. അടുത്തത് എൻജോയ് ദ ക്രോസ്. അവൻ ക്രൂശിനെ സഹിച്ചു. എൻ്റെ അർത്ഥം ഓവർകെയിം ഓൾ ഹിൻഡ്രൻസസ്. എല്ലാ തടസ്സങ്ങളെയും അവൻ ജയിച്ചു. അടുത്തത് സാറ്റ് ഡൗൺ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ത്രോൺ ഓഫ് ഗോഡ്. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. എന്താണത്? ഹി ബിക്കം വിന്നർ. സോ വിന്നർ ആകുന്നതിന് മുൻപ്, ഒരു ജയാളി ആകുന്നതിന് മുൻപ് എന്തെല്ലാം ചെയ്തു? ഹി ഫോട്ട് ഡിസ്ട്രാക്ഷൻസ്. ശ്രദ്ധ തെറ്റിക്കുന്ന സകലത്തെയും അവൻ പൊരുതി ജയിച്ചു. അടുത്തത് ഹി ഹാഡ് ഫോക്കസ്ഡ് മൂവ്സ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് റെസല്യൂട്ട്ലി ജീസസ് ഡിഡ് സംതിങ്. അടുത്തത് ഹി ഹാഡ് ഗോൾസ്. അടുത്തത് ഹി ഓവർകെയിം ഓൾ ഹിൻഡ്രൻസസ്. എല്ലാ തടസ്സങ്ങളെയും ജയിച്ചു. ആൻഡ് ഹി ബിക്കെയിം വിന്നർ. ഓ മൈ ഗോഡ്. ഈ ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാത്തിൽ നിന്നും ഫോക്കസ്ഡ് ആയിട്ടൊരു മൂവ് എടുക്കാൻ ഇന്ന് തീരുമാനിക്കാമോ? വിദ്യാർത്ഥികളോട് പറയാം, നിങ്ങൾക്ക് ഒരു അക്കാഡമിക് ഇയർ കിട്ടിയാൽ ജൂണിലാണ് സാധാരണ തുടങ്ങുന്നത് നോർമലി. അവിടെ തുടങ്ങി അങ്ങോട്ട് പോയി മാർച്ചിലൊക്കെ ആയിരിക്കും, അടുത്ത മാർച്ചിലായിരിക്കും പരീക്ഷ വരുന്നത്. നോർമൽ കേസ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പോയെന്നിരിക്കും, നോ പ്രോബ്ലം. ഈ സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. പഠിച്ച് നല്ല മാർക്കോടെ പാസ് ഔട്ടായി അടുത്ത ലെവലിലേക്ക് പോകാൻ.
പക്ഷെ പകരം ഒത്തിരി പേർക്ക് പറ്റും കുറച്ച് ബബിൾ ഗോം ചവച്ച് കൂട്ടുകാരോടൊപ്പം പോയി സൈക്കിളിൽ കറങ്ങി, ബൈക്കിൽ കറങ്ങി, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ക്ലാസ് കട്ട് ചെയ്ത് മൂവിക്ക് പോയി, അല്ലെങ്കിൽ വേണ്ടാത്ത ചില സാധനങ്ങളൊക്കെ കളിച്ച് പബ്ജി കളിച്ചും അത് കളിച്ചും ഇത് കളിച്ചും ഒക്കെ ഒത്തിരി കുട്ടികൾ ഒരു ലഞ്ച് ബ്രേക്ക് വന്നാൽ ചുമ്മാ അതും ഇതും പറഞ്ഞ് അവരുടെ ടീച്ചറിൻ്റെ കുറ്റവും അതിൻ്റെ കുറ്റവും ഇതിൻ്റെ കുറ്റവും വേണ്ടാത്ത ടോക്സ് എല്ലാം ചെയ്ത് ഡിസ്ട്രാക്റ്റഡായി ശരിയായി ഹോംവർക്കുകൾ അതേ ദിവസം ചെയ്യാതെ, പഠിക്കേണ്ടത് പഠിക്കാതെ, ഓരോ ടെർമിനൽ എക്സാം, ഓരോ സമയങ്ങളിൽ അസസ്മെൻറ്റ്, സബ്മിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതൊന്നും സമയത്ത് ചെയ്യാതെ, ടീച്ചേഴ്സിൻ്റെ വഴക്കം കൊണ്ട് വീട്ടിൽ വന്ന് പാരൻസിൻ്റെ ചീത്തവിളി, ഓപ്പൺ ഹൗസിൽ ഇത് ഇങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പകരം യേശു ചെയ്തതുപോലെ, ജോസഫ് ചെയ്തതുപോലെ, ബൈബിളിലെ പലരും ചെയ്തതുപോലെ ഫോക്കസ്ഡ് ലൈഫ് തീരുമാനിക്കാം. ജോലി ചെയ്യുന്നവർ ഇതുപോലെ തന്നെ ഈ ജോലിയിൽ ഈ കരിയർ ലാഡറിൻ്റെ റങ്സ് കയറണമെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം. മുകളിലുള്ള ടീം ലീഡേഴ്സ് അല്ലെങ്കിൽ ബോസ് ഇവർക്ക് അവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായെല്ലാം ചെയ്യണം. കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കണം, പ്രസൻറ്റേഷൻസ് ചെയ്യണം, ടാർഗറ്റ്സ് മീറ്റ് ചെയ്യണ്ടേ? അത് വിട്ട് ഒരു രീതിയിൽ പോകുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കറങ്ങി നടന്ന് ഐഡിൽ ടോക്സും ലൂസ് ടോക്സും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ ഫോക്കസ്ഡ് ലൈഫ് ഉണ്ടാവില്ല, വിഷനിൽ എത്തിച്ചേരുകയില്ല. നിങ്ങളൊരു ബിസിനസ്സുകാരനായിരിക്കും, നിങ്ങൾ സ്വന്തമായൊരു ബിസിനസ് നടത്തിയായിരിക്കും, അതിന് വേണം ഗോൾസ്. ഫോക്കസ്ഡ് ആയിരിക്കണം, പ്രശ്നങ്ങളെ ഫൈറ്റ് ചെയ്ത് മുന്നിലേക്ക് പോകും. റെഡിയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, തീരുമാനിക്കാമോ? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ലോർഡ്. ആർ യു ഫോക്കസ്ഡ് ഇൻ ലൈഫ്? ജീവിതത്തിൽ ഒരു ഫോക്കസ് ഉണ്ടോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരു വലിയൊരു പ്രവാചകൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് വന്ന് എന്നോട് ആക്രോശിച്ച് പ്രവചിച്ചതാണ്. മറ്റുള്ളവരെ പോലെ സമയം പാഴാക്കാനും, മറ്റുള്ളവരെ പോലെ സംസാരിച്ചും അത് ചെയ്തും ഇത് ചെയ്തും നിന്റെ ജീവിതം പാഴാക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കുകയില്ല, ഞാൻ നിനക്ക് അനുവാദം തരുന്നില്ല. കാരണം നിന്നെ കൊണ്ട് കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്. ഇന്നും ഞാൻ പേടിയോടെ ഓർക്കുന്ന ഒരു പ്രവചന ദൂതാണ്. കർത്താവ് ഈ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഫോക്കസോടെ പോകാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിനുള്ള കൃപ നൽകണമേ, അതിനുള്ള തീരുമാനത്തിൻ്റെ ഉറപ്പ് നൽകണമേ, ഏത് പ്രതികൂലത്തിലും പിടിച്ചു നിൽക്കാൻ സഹായിക്കണമേ. രോഗികൾക്കായി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ചില കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. അവരെ പിടിച്ചിരിക്കുന്ന രോഗാത്മാക്കളുടെ ഗ്രിപ്പ് വിടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മെഡിക്കൽ റിപ്പോർട്ടുകൾക്കപ്പുറത്ത് ദൈവവചനത്താൽ 107 സങ്കീർത്തനം 20 വചനപ്രകാരം അതിന് വചനം അയച്ചവരെ സൗഖ്യമാക്കാം യേശുവിൻ്റെ നാമത്തിൽ. അമ്മച്ചി, അപ്പച്ച, കിടപ്പിലായിരിക്കുന്ന സഹോദരങ്ങളെ, പ്രായം നോക്കണ്ട, എഴുന്നേറ്റു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. നിരാശ കട്ട പിടിച്ചതുപോലെ ഇരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പോലെ വെളിയിൽ വരട്ടെ. നിങ്ങളുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. നാളത്തേത് മിസ് ഔട്ട് ആകരുത്. എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണേ, ഒരു ലൈക്ക് കൊടുക്കണേ, സ്റ്റേറ്റസിലിടണേ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.